ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നമ്മുടെ വാഗ്ദത്ത മെശിഹ നമ്മെ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് വീണ്ടെടുക്കേണ്ടതിനു വേണ്ടി ഈ താണലോകത്തിലേക്ക് സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് താൻ കടന്നു വന്ന അവസ്ഥകളെ കുറിച്ചാണല്ലോ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ആത്മപരിത്യാഗത്തിന്റെ ഉന്നതമായ മാതൃകയാണ് ക്രിസ്തു. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവര് അവര് സ്വയം ത്യജിക്കേണ്ടത് ആവശ്യമാണ്. ആത്മാ സംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാണ് എന്നാണ് സദൃശവാക്യങ്ങള് 25:28 ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. സ്വയത്തെ നിയന്ത്രിക്കുന്നതാണ് ആത്മാ സംയമനം എന്നുള്ളത്. ഇന്ദ്രിയങ്ങളുടെ ചോദനകളെയും മാനസിക അഭിലാഷങ്ങളെയും കീഴടക്കേണ്ടതാണ്. ആത്മീയൻ ഇന്ദ്രിയങ്ങൾക്ക് കീഴടങ്ങാതെ അവയെ വേണ്ട വിധത്തില് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ആത്മാ സംയമനം ആസക്തിക്കും കാമത്തിനും അതിരുവയ്ക്കുകയും ആഗ്രഹങ്ങളെ ഏത് പരിധിവരെ തൃപ്തിപ്പെടുത്താം എന്നതിന് വിവേകത്തിൽ നിന്ന് മാർഗദർശനം കണ്ടെത്താൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. തുടർന്ന് ആത്മത്യാഗത്തിന്റെ അതിർവരെ എത്തിച്ചേരുന്നതാണത്. എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് നമ്മുടെ അരുമനാഥൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കണ്ടെത്തിയാലോ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും എന്നാണ് അവിടുന്ന് അരുളി ചെയ്യുവാനായിട്ട് ഇടയായിട്ടുള്ളത്. ഈ സ്വയത്യാഗത്തിന്റെ വ്യക്തമായ ഉദാഹരണമാണ് അപ്പസ്തോലനായ പൗലോസ്. അത് നമുക്ക് അനേക അനുഭവങ്ങൾ തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചേർത്ത് പഠിപ്പാനായിട്ട് ഉണ്ട്. എങ്കിൽ തന്നെയും അപ്പസ്തോല പ്രവൃത്തികള് 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6 മുതൽ നാം പഠിക്കുമ്പോൾ അവിടെ തന്റെ ചില അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ബഹു സഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യ വചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചും കൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരായിരുന്നിട്ടും സത്യവാൻമാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, രക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ എന്ന് പൗലോസിന് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അനേക കഷ്ടങ്ങളിൽ കൂടെ താൻ കടന്നു പോകുമ്പോൾ തന്റെ ജീവനെ വിലയേറിയതായി കാണാതെ സ്വയ ത്യാഗത്തോടെ, ആത്മപരിത്യാഗത്തോടെ ഉന്നതമായ ആ ഒരു മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ പൗലോസിനെ പ്രേരിപ്പിച്ചത് അതെ താൻ ആ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ദർശനം കണ്ടതുകൊണ്ടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതേ പ്രിയമുള്ളവരെ, യഥാർത്ഥമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ഒരു ദൈവ പൈതൽ അവൻ നിശ്ചയമായിട്ടും ഈ ലോകത്തെ ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് ആത്മപരിത്യാഗത്തിന്റെ ഉന്നതമായ
ഒരു മാതൃക ജീവിതം നയിക്കുവാനായിട്ട്, ക്രിസ്തുവിനോട് ചേർന്ന് നയിക്കുവാനായിട്ട് ഇടയായി തീരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതെ, ആ ദൈവാകരങ്ങളിൽ നമ്മെ പൂർണ്ണമായി ഫലമേൽപ്പിക്കാമല്ലോ. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി